ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ആത്യന്തികമായി വിലയിരുത്താൻ പറഞ്ഞാൽ ഒറ്റ വരിയിൽ ഞാൻ പറയുക. ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ പിന്നിൽ നിൽക്കുന്നു എന്ന വാർത്ത വിളിച്ചു പറയേണ്ടി വന്നു നരേന്ദ്രമോദിയുടെ ഭക്തന്മാരായിട്ടുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകർക്കും. ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ പോകുന്നത് BJP ക്യാബിനറ്റ് അല്ല, NDAയുടെ ക്യാബിനറ്റാണ്. ആ ക്യാബിനറ്റിലേക്ക് ആരൊക്കെ വരും എന്നുള്ളത് നമ്മളിനി കാത്തിരുന്ന് കാണണം. ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇന്ത്യ നടക്കും. ഈ കോയലേഷൻ പൊളിയും പിന്നെയാണല്ലോ 29. അപ്പൊ നമുക്ക് നോക്കാം 2029 ഈ രാജ്യത്തെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് നയിക്കാൻ തീരുമാനമെടുത്തിരുന്ന നരേന്ദ്രമോദിക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇന്ത്യയിൽ നടത്തേണ്ടി വരും. നരേന്ദ്രമോദി എന്ന ഒരു ഏകശിലാമാനമായ നേതാവിനെ ഇന്ത്യൻ ജനത ഒറ്റയടിക്ക് തള്ളിക്കളയുകയും അദ്ദേഹത്തെ ഡൗൺ സൈസ് ചെയ്യുകയും ഇനി മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് നരേന്ദ്രമോദിയെ മാറ്റി. ഈ സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗത്തിനൊരു പ്രസക്തിയുണ്ട് ഇവിടെ. കാരണം എന്താണെന്നറിയാവോ, താനൊരു അസാധാരണ ജന്മമാണെന്നും താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും ഒരർത്ഥത്തിൽ ദൈവം തന്നെയാണെന്നും പറഞ്ഞയാളാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ. താങ്കൾ ദൈവവുമല്ല, താങ്കൾ അസാധാരണമായ മനുഷ്യനുമല്ല, താങ്കളൊരു സാധാരണ പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ് എന്ന് ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി. നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നോടൊപ്പം റിപ്പോർട്ടർ TVയുടെ ഡിജിറ്റൽ ഹെഡ് കൂടിയായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ ചേരുന്നു. സാർ, ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സമയത്ത് മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേര് കൂടിയായിരുന്നു സാറിൻ്റേത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, പ്രത്യേകിച്ചും നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാമിൽ സാറ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. ആ ഒബ്സർവേഷൻസ് ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെ ഇന്നലെ റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. ആ തരത്തിൽ ഈ ഇലക്ഷൻ്റെ ഫലത്തെ സാറ് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തു എന്നുള്ള നിലയിൽ മലയാളികൾ അതിനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഒരു പടി കൂടി ആവർത്തിച്ച് സംഭവിച്ചൊരു കാര്യം, കഴിഞ്ഞ മെയ് 23 നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് ചർച്ചയിൽ സാറ് പറഞ്ഞൊരു ഫിഗർ എക്സാക്ട്ലി ഇന്നലെ സംഭവിച്ചു എന്നുള്ളതാണ്. അന്ന് സാറ് BJPയുടെ വോട്ടുകൾ കുറയുമെന്നുള്ളതിനെ ഓരോ സംസ്ഥാനങ്ങളുടെയും സവിശേഷമായ സാഹചര്യങ്ങളെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ് ഏറ്റവും അവസാനിപ്പിച്ചത് 240 സീറ്റുകളിലേക്ക് BJP പരമാവധി എത്തും എന്നായിരുന്നു. ഇന്നലെ റിസൾട്ട് വന്ന സമയത്ത് കൃത്യമായി സംഭവിച്ചത് 240 സീറ്റിൽ BJP എത്തി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ സാറ് അനലൈസ് ചെയ്യുന്നത് നേരത്തെയുള്ള ഒബ്സർവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ? നോക്കൂ, ഇപ്പം മാർച്ച് 15-ാം തീയതിയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ മാർച്ച് 15-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനൊരു നിലപാടെടുത്തിരുന്നു. അത് താങ്കൾ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ ചില വസ്തുതകളുടെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ നിലപാടുകൾ എടുത്തത്. ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തോറ്റുപോകണം, അല്ലെങ്കിൽ BJP തോറ്റുപോകണം, അല്ലെങ്കിൽ NDA തോറ്റുപോകണം, അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്ന നിലയ്ക്കല്ല ഞാൻ എൻ്റെ നിലപാട് രൂപീകരിച്ചിട്ടുള്ളത്. എൻ്റെ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമല്ല, എൻ്റെ രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയമല്ല. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭാഗീയതയുടെയോ അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെയോ രാഷ്ട്രീയമല്ല. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോൾ നമ്മളുടെ രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ വസ്തുതകളെ വിലയിരുത്തുന്നതിന് തടസ്സമാകരുത് എന്ന് നിർബന്ധമുള്ളൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടക്കം മുതൽ വിലയിരുത്തിയിട്ടുള്ളത്. നോക്കൂ, മാർച്ച് 15-ന് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് തീർത്തും ഏകപക്ഷീയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അനായാസമായി BJP വിജയിച്ചു കയറാൻ പോകുന്നു. അതുമാത്രവുമല്ല, ഇക്കുറി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ 370 കടക്കും. അങ്ങനെ ഒരു നറേഷനാണ് BJP അവതരിപ്പിച്ചത്, അല്ലേ? 370 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് 400 സീറ്റിന് മുകളിൽ NDAക്ക്. ഇതായിരുന്നല്ലോ ആദ്യത്തെ നറേഷൻ എന്ന് പറയുന്നത്. ഈ നറേഷനെ തന്നെ ഞാൻ വളരെ സംശയത്തോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇത്തരം ഒരു നറേഷൻ എന്തിനാണ് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് എന്നിൽ ആദ്യം സംശയം ജനിപ്പിച്ച വസ്തുത. ഞാൻ അതിനെ അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, 2024 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അനായാസമായിരിക്കില്ല എന്നും ഒരു പ്രോ മോദി തരംഗമോ ഒരു പ്രോ BJP തരംഗമോ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല എന്നും ഉത്തമ ബോധ്യമുള്ള 2 നേതാക്കൾ നരേന്ദ്രമോദിയും അമിത്ഷായുമാണെന്ന് ഞാൻ കണ്ടെത്തി. അപ്പോൾ അതോടുകൂടി എനിക്കൊരു വിശ്വാസം ഈ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് രൂപപ്പെട്ടു വന്നു. അതായത്, ഇന്ത്യയിൽ കാറ്റുമാറി വീശുന്നു,
ഒരു പ്രോ മോദി തരംഗമില്ല, ഒരു BJP തരംഗമില്ല. 2014 നിന്നും 2019 നിന്നും വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പാണ് 2024 കാത്തിരിക്കുന്നത് എന്ന ഉത്തമ വിശ്വാസത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ അവിടെ മുതലാണ് ഓരോ കാര്യങ്ങളും പരിശോധിക്കാൻ തുടങ്ങിയത്. അവിടെ ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ വിഷയമില്ല. അപ്പം നമുക്കറിയാലോ 2014 തെരഞ്ഞെടുപ്പിൽ ഒരു മോദി വേവാണ്. അന്നത്തെ UPA സർക്കാരിനെതിരായിട്ടുള്ള ഒരു മോദി തരംഗമുണ്ടായിരുന്നു. അന്ന് UPA സർക്കാർ വലിയ അഴിമതി സർക്കാരായി മാറി. ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്നുള്ള പ്രതിച്ഛായ നിർമ്മാണം നടന്നു. ഇതിനൊക്കെ ഓപ്പോസിറ്റായിട്ട് അഴിമതിയില്ലാത്ത, കുടുംബം തന്നെ ഇല്ലാത്ത 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദി എന്നൊരു വേവ് ഉണ്ടാകുന്നു. 2014 30 വർഷത്തെ ചരിത്രം, 30 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. 282 സീറ്റുകളാണ് 2014 മോഡിക്ക് കിട്ടിയത്, BJPക്ക് കിട്ടിയത്. 2019 നോക്കൂ, നമ്മൾ വിചാരിക്കാതിരിക്കുകയാണ് പുൽവാമ പോലൊരു പ്രശ്നമുണ്ടാകുന്നത്, ബാലാക്കോട്ട് പോലൊരു പ്രശ്നമുണ്ടാകുന്നത്. വീണ്ടും നരേന്ദ്രമോദി വലിയ കരുത്തനായ ഒരു പ്രധാനമന്ത്രിയായി മാറുന്നു, ശത്രു രാജ്യത്തെ തോൽപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറുന്നു. എന്താണ് നരേന്ദ്രമോദി അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? നമ്മളുടെ ശത്രുക്കളുടെ വീട്ടിൽ പോയി അവരെ കൊന്നു എന്നാണ് പ്രസംഗിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ കരുത്തനായ ഒരു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെ തന്നെ സ്ഥാപിക്കുന്നു. അങ്ങനെ വീണ്ടും 2019 വലിയ വിജയം ഉണ്ടാകുന്നു. 303 സീറ്റാണ് ഒറ്റയ്ക്ക് BJP നേടിയത്. എന്നാൽ 2024 ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അഥവാ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും രൂപപ്പെടുത്താൻ യഥാർത്ഥത്തിൽ BJP മെനക്കെട്ടില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു പുൽവാമയോ ബാലോക്കാട്ടോ ഒക്കെ ഉണ്ടാക്കാൻ എത്ര നിസ്സാരമായി കഴിയും? അങ്ങനെ തെളിയിച്ചിട്ടുള്ളവരാണല്ലോ അവർ. അപ്പം 2024 മോഡിയും അതേപോലെ തന്നെ അമിത്ഷായും നേരിട്ടത്, ഇപ്രാവശ്യം നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയുന്ന പ്രഭാവമുള്ള ഒരു നേതാവും ഇന്ത്യയിലില്ല. BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന സംഘടനാശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലില്ല എന്നു മാത്രവുമല്ല, ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നരേന്ദ്രമോദി തന്നെ പോയി പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. പിന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിയമം, CAA പോലൊരു നിയമം, അതിൻ്റെ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. യൂണിഫോം സിവിൽ കോഡ് ഉടൻ തന്നെ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഇനിയിപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെൽഫെയർ സ്കീം കൂടി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിസാരമായി ഒരു 300 മേളിലുള്ള സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടെ വരാമെന്ന് BJP കരുതുന്നു. പക്ഷേ അവിടെയും ഞാൻ സംശയാലുമായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഓരോ സംസ്ഥാനത്തും ഈ നരേന്ദ്രമോദിയുടെ 14 മുതൽ 24 വരെയുള്ള 10 വർഷക്കാലത്തിന് ശേഷം, ആ ഭരണത്തിന് ശേഷം ഓരോ സംസ്ഥാനത്തും ഓരോരോ പ്രത്യേക വിഷയങ്ങൾ സ്വാധീനം ചെലുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതായത് ഇതൊരു നോർമലായ ഇലക്ഷനായിരുന്നു. ഞാനത് ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഒരു നോർമലായ തിരഞ്ഞെടുപ്പാണ്. എന്താണ് നോർമലായ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ചൊരു തരംഗവും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വാധീനം ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമുക്ക് മുന്നിൽ വരുന്ന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനമാണ് വോട്ടായിട്ട് മാറുക. ഇവിടെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം മഹാരാഷ്ട്രയിൽ ഉള്ളിക്കർഷകരുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പശ്ചിമ മഹാരാഷ്ട്രയിൽ ഉള്ളിക്കർഷകർ ഒന്നടങ്കം BJPക്കെതിരായിരുന്നു. കാരണം എന്താ? ഉള്ളിയുടെ എക്സ്പോർട്ട് നിരോധിച്ചു. അതുവഴി ആഭ്യന്തര കമ്പോളത്തിൽ ഉള്ളിയുടെ വില ഇടിഞ്ഞു. കർഷകർ വലിയ പ്രതിസന്ധിയിലായി. നിങ്ങൾക്കറിയാമോ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് നരേന്ദ്രമോദി പോകുന്ന സമയത്ത് 50ഓളം കർഷകരെയാണ് അവിടെ മുൻകരുതലായിട്ട് തടങ്കലിൽ വെച്ചത്. എന്തുകൊണ്ടാണ്? കർഷകർ പ്രക്ഷോഭം ഉണ്ടാക്കുന്നത് അവർക്കറിയാം. അപ്പോൾ ആ അർത്ഥത്തിൽ അവിടെ വലിയ പ്രതിസന്ധി ഉള്ളിക്കർഷകർക്കിടയിൽ ഉണ്ടാകുന്നു. രണ്ടാമത്തെ പ്രശ്നം, മഹാരാഷ്ട്ര മാത്രം ഉദാഹരണം എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? മറാത്തി റിസർവേഷൻ. അതിനു വേണ്ടിയിട്ട് 20 ലക്ഷത്തോളം യുവാക്കൾ അവിടെ മറാത്തി നേതാവായിട്ടുള്ള മനോജ് പാണ്ഡെ എന്നാണ് ഞാൻ ഓർക്കുന്നത്, മനോജ് ജാരംഗെ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ മുംബൈ മാർച്ച് നടത്തി. അവരൊന്നടങ്കം പ്രഖ്യാപിച്ചു BJPക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്നത്. നോക്കൂ, 2 വിഷയങ്ങൾ ഒരു സംസ്ഥാനത്ത് വലിയ പ്രശ്നമായി നിൽക്കുന്നു. അവിടേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല. 2 കാരണങ്ങൾ. ഒന്ന്, കേന്ദ്ര സർക്കാരാണ് ഉള്ളിയുടെ എക്സ്പോർട്ട് നിരോധിച്ചതിൻ്റെ ഉത്തരവാദി. 2, മറാത്ത റിസർവേഷൻ കൊടുക്കാത്തത് അവിടുത്തെ തന്നെ BJP ശിവസേന ഗവൺമെൻറ്റാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അതിശക്തമായ വികാരം നിൽക്കുന്നു. മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട്, അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലേക്കും പോകാം. രാജസ്ഥാനിൽ എന്തായിരുന്നു സംഭവിച്ചത്? രാജസ്ഥാനിൽ ഗുജറാത്ത് നേതാവായിട്ടുള്ള പുരുഷോത്തം റുപാല നടത്തിയൊരു പ്രസംഗമുണ്ട് രാജ്പുട്ടുകൾക്കെതിരായിട്ട്. ആ പ്രസംഗം വലിയ അടിയൊഴുക്കുകളാണ് രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ രാജ്പുട്ടുകളെതിരായി. അപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആ വിജയം ആവർത്തിക്കാൻ എന്തായാലും BJPക്ക് കഴിയില്ല എന്നുള്ള പ്രശ്നം വന്നു. ഉത്തർപ്രദേശിൽ മറ്റൊന്നായിരുന്നു വിഷയം. എന്താണ് അവിടെ വിഷയം? ഈ പറയുന്ന 400 സീറ്റ് എന്ന് പറയുന്ന വ്യാഖ്യാനമുണ്ടല്ലോ, ഈ 400 സീറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഭരണഘടന മാറ്റി എഴുതുമെന്ന് സമാജ്വാദി പാർട്ടി അതിഗംഭീരമായി ഗ്രൗണ്ട് ലെവലിൽ അങ്ങ് പ്രചരിപ്പിച്ചു.
ലഭിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഈ റിസർവേഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോലിയില്ല, ഇനിയിപ്പോൾ ഈ റിസർവേഷൻ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകുമെന്ന് വലിയൊരു വിഭാഗം കരുതി. അപ്പോൾ അവിടെ ആ റിസർവേഷൻ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ വോട്ടെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെയും പഠിച്ചുകൊണ്ടാണ് ഇവിടെ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ തന്നെ സാധ്യതയില്ല, പിന്നെയാണല്ലോ 400, 370, 300 എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് സാധ്യതയില്ല എന്ന കണക്കുകൂട്ടിലേക്ക് എത്തിയത് അങ്ങനെയാണ്. അതുതന്നെ പ്രവചിച്ചതുപോലെ സംഭവിച്ചു എന്നതിനകത്ത് ഞാൻ വളരെ സന്തോഷവാനുമാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ആത്യന്തികമായി വിലയിരുത്താൻ പറഞ്ഞാൽ ഒറ്റ വരിയിൽ ഞാൻ പറയുക, ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. യെസ്, ഇതിനകത്ത് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് മറ്റ് സഖ്യകക്ഷികളെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം പോലെ ആയിരുന്നില്ല. നരേന്ദ്രമോദി ഏതാണ്ട് 200-ലധികം മണ്ഡലങ്ങളിലാണ് നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ഇതിന്റെ ആദ്യ അവസാനം എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്നു, പലതരം ക്യാമ്പയിനുകൾ ഏർപ്പെടുന്നു, വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത സ്ട്രാറ്റജി പ്രയോഗിക്കുന്നു. അത് മാത്രമല്ല, ഏതാണ്ട് അവസാന ഘട്ടത്തിൽ മാത്രം ഏതാണ്ട് 70-ലധികം ഇന്റർവ്യൂകൾ മാധ്യമങ്ങൾക്ക് പോലും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പം എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദി എന്ന പ്രഭാവത്തെ മുൻനിർത്തി മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ പ്രചരണങ്ങളെ മുന്നോട്ട് നയിച്ച ആ നിലയിൽ നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതി കൂടിയായിരുന്നു. അതിങ്ങനെ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ അയോധ്യ മുതൽ UP-യിലൊക്കെ ഉണ്ടായ തിരിച്ചടികൾ മുതൽ ഇങ്ങോട്ട് മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് ആ നിലയിൽ ഒരു തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. മോദിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിലെ ആ ഗ്രാഫിൻ്റെ ഒരു സ്റ്റേജിനെ അല്ലെങ്കിൽ ആ ഒരു മോദി കരിഷ്മ എന്നുള്ളൊരു സാഹചര്യത്തെ എങ്ങനെയാണ് ഈ റിസൾട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് സാർ കരുതുന്നത്? നോക്കൂ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റ ഒരു തെരഞ്ഞെടുപ്പാണിത്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം ഒരു നോർമൽ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാരാണ്? നരേന്ദ്രമോദിയാണ്. ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. അത് ആരാണ്? അതും നരേന്ദ്രമോദിയാണ്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട BJP ആണെന്ന്. BJP പോലും നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് മാത്രം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് BJP. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രസ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നു. പക്ഷെ നമ്മൾ ഷഫീഖെ ഇപ്പോൾ ഇരിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ചിട്ട് നോക്കണം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം പ്രചരണമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നരേന്ദ്രമോദി എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്തത്? നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിൽ പോയി ധ്യാനത്തിനിരുന്നു, അല്ലേ? കാവിയൊക്കെ പുതച്ച് ധ്യാനത്തിനിരുന്നു. അങ്ങനെ അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയായ വാരണാസി പോളിംഗ് ബൂത്തിലേക്ക് പോയത്. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ തവണത്തെ വാരണാസിയിലെ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 4,79,000 നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. വാരണാസി വോട്ടിംഗ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി കാഷായ വസ്ത്രം ധരിച്ച് പിന്നെ എന്താ പറയുക, ആ ജപമാലയൊക്കെ പിടിച്ചിരിക്കുന്ന ചിത്രങ്ങൾ വാരണാസിയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാരണാസിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിലാണെന്നറിയാവൂ, 1,52,000, ഏതാണ്ട് 3.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ കുറവുണ്ടായി. എന്ന് മാത്രമല്ല, 1ാം റൗണ്ട് വോട്ടിന് തീർന്നപ്പോൾ അജയ് റായ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിൻ്റെ പിന്നെ PCC അധ്യക്ഷൻ, അദ്ദേഹം 6,000 വോട്ടിന് മുന്നിലായിരുന്നു വന്നിരുന്നത്. ഒരു എന്താ പറയുക, ഒരു 5-10 മിനിറ്റത്തേക്കെങ്കിലും ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ പിന്നിൽ നിൽക്കുന്നു എന്ന വാർത്ത വിളിച്ചു പറയേണ്ടി വന്നു നരേന്ദ്രമോദിയുടെ ഭക്തന്മാരായിട്ടുള്ള ഇന്ത്യയിലെ ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകർക്കും. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു നേതാവിൻ്റെ പ്രഭാവം ഇന്ത്യയിൽ അവസാനിച്ചിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, രണ്ടാമത്തെ കാര്യം കൂടി പറയാം. അതായത് താങ്കൾ നേരത്തെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഒരു സഖ്യകക്ഷി ഭരണത്തിലേക്കാണ് നരേന്ദ്രമോദി ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കരിയർ എടുത്തു നോക്കൂ. 2001 നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഗുജറാത്തിൽ BJPക്കാണ് ഭൂരിപക്ഷം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും ഒരു സഖ്യകക്ഷി ഭരണത്തെ അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടില്ല. 2014 വരുമ്പോഴോ അത്ഭുതകരമായ വിജയം, അല്ലേ? ഒറ്റയ്ക്ക് BJPക്ക് ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് 282 സീറ്റിൻ്റെ വിജയം. ആരെയും തിരിഞ്ഞു നോക്കണ്ട നരേന്ദ്രമോദിക്ക്. 2019 വീണ്ടും 303 സീറ്റ്, അപ്പോഴും ആരെയും തിരിഞ്ഞു നോക്കണ്ട. പക്ഷേ 2014-ലും 2019-ലും നരേന്ദ്രമോദി BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്, അല്ലേ? 2024-ലും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 2024-ൽ ശ്രദ്ധേയമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ആ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന പോഡിയത്തിൻ്റെ പിറകിൽ 2014-ലും 2019-ലും
BJP എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. 2024 നിങ്ങൾ ആ വിഷ്വൽ ഒന്ന് എടുത്തു നോക്ക്, അതിൻ്റെ പുറകിൽ NDA എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം BJP അല്ല ഭരണത്തിൽ കയറിയിരിക്കുന്നത്, NDA ആണ് ഭരണത്തിൽ കയറിയിരിക്കുന്നത്. ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ പോകുന്നത് BJP ക്യാബിനറ്റ് അല്ല, NDAയുടെ ക്യാബിനറ്റാണ്. ആ ക്യാബിനറ്റിലേക്ക് ആരൊക്കെ വരും എന്നുള്ളത് നമ്മൾ ഇനി കാത്തിരുന്ന് കാണണം. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി ഒരു ഫോൺ എടുത്തിട്ട് ഒരൊറ്റ നേതാവിനെ കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ വിളിച്ചിട്ടില്ല. നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു നേതാവുമാണ് നരേന്ദ്രമോദി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തെ ആദ്യത്തെ ഹെഡ്ലൈൻ എന്താണെന്ന് അറിയാമോ? നരേന്ദ്രമോദി തൻ്റെ ദൂതനെ ചന്ദ്രബാബു നായിഡുവിൻ്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ്. ഇനിയിപ്പോൾ ചന്ദ്രബാബു നായിഡു ഡിക്റ്റേറ്റ് ചെയ്യും, ഇനിയിപ്പം നിതീഷ് കുമാർ ഡിക്റ്റേറ്റ് ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ പറയാം, 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് NDA എന്ന് പറയുന്ന മുന്നണി ഉണ്ടാകുന്നത്. വാജ്പേയിയുടെ നേതൃത്വത്തിൽ, അദ്വാനിയുടെ നേതൃത്വത്തിൽ, ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ, ജയലളിതയുടെ നേതൃത്വത്തിൽ NDA എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാകുന്നു 98. 2023 ആകുമ്പോഴത്തേക്കും 25 വർഷമായി ആ മുന്നണി. 23-25 വർഷം ആഘോഷിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. ആഘോഷിച്ചില്ല നരേന്ദ്രമോദിക്ക് NDA പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ 24 തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും NDAയുടെ യോഗം വിളിക്കണം. കാരണം എന്താണെന്നറിയോ? NDA ആണ് ഭരിക്കുന്നത്, നോട്ട് നരേന്ദ്രമോദി, നോട്ട് BJP. അപ്പോൾ BJPയെയും നരേന്ദ്രമോദിയെയും കട്ട് ടു ഡൗൺ സൈസ് എന്ന് പറയത്തില്ലേ, അത് സംഭവിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന ഒരു ഏകശിലാമാനമായ നേതാവിനെ ഇന്ത്യൻ ജനത ഒറ്റയടിക്ക് തള്ളിക്കളയുകയും അദ്ദേഹത്തെ ഡൗൺ സൈസ് ചെയ്യുകയും ഇനി മറ്റുള്ളവർ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് നരേന്ദ്രമോദിയെ മാറ്റി. ഈ സാധാരണ മനുഷ്യൻ എന്ന പ്രയോഗത്തിന് ഒരു പ്രസക്തിയുണ്ട് ഇവിടെ. കാരണം എന്താണെന്നറിയാവോ? താൻ ഒരു അസാധാരണ ജന്മമാണെന്നും താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും ഒരർത്ഥത്തിൽ ദൈവം തന്നെയാണെന്നും പറഞ്ഞയാളാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ. താങ്കൾ ദൈവവുമല്ല, താങ്കൾ അസാധാരണമായ മനുഷ്യനുമല്ല, താങ്കൾ ഒരു സാധാരണ പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ് എന്ന് ഇന്ത്യൻ ജനത ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതി. സ്വാഭാവികമായി സാർ പറഞ്ഞ പോലെ തന്നെ ഈ സഖ്യകക്ഷി ഭരണം എന്നുള്ള നിലയിൽ തന്നെ നിലവിൽ കഴിഞ്ഞ 2 ഘട്ടത്തിലും BJP നടത്തിയ ഒരു ഭരണക്രമങ്ങളുടെ അതേ പാറ്റേൺ തുടരാൻ കഴിയില്ല എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും ഒരു ഇന്ത്യൻ പോളിറ്റിയെ റിഫ്ലക്ട് ചെയ്യുക ആ നിലയ്ക്ക്? കാരണം ഇപ്പോൾ സാറ് പിന്നെ 90കൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള സഖ്യകക്ഷി ഭരണങ്ങളുടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പം BJPയുടെ പൊളിറ്റിക്കൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 2 തവണത്തെയും അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡകളുടെ റിസൾട്ട് എന്നുള്ള നിലയിൽ പ്രയോഗിച്ച് ചില പദ്ധതികൾ തിരിച്ചടിക്കുകയൊക്കെ ചെയ്ത് അയോധ്യയിലുണ്ടായ തിരിച്ചടി, UPയിലുണ്ടായ തിരിച്ചടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾ ആ നിലയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു BJPയുടെ ഒരു രാഷ്ട്രീയ പദ്ധതിയും ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ആ ഒരു താല്പര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ കൂടെ പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെയായിരിക്കും ടോട്ടൽ പോളിറ്റിയിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നോക്കൂ, ഈ പിന്നെ ഭരണരംഗത്ത് ഇതെങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഔട്ട്കമായിട്ട് 2-3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസിൻ്റെ ഒരു റിവൈവലാണ്, അല്ലേ? കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ 3 ഡിജിറ്റിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ റിവൈവൽ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ലീഡറുടെ എമർജൻസ്, ഇത് നമ്മൾ കാണാതെ പോകരുത്. എപ്പോഴും ഒരു ജനാധിപത്യം നന്നായി പ്രവർത്തനക്ഷമമായിരിക്കുന്നത് ശക്തമായ ഭരണ സംവിധാനം ഉള്ളപ്പോഴല്ല, മറിച്ച് ആ ഭരണ സംവിധാനത്തെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷമുള്ളപ്പോഴാണ്. നല്ല പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്? ഇന്ത്യയിലെ പ്രതിപക്ഷത്തെയാണല്ലേ. ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നിരന്തരം എങ്ങനെയൊക്കെയാണ് അത് ചെയ്തത്? ഒന്ന്, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എടുത്താൽ, ഇതൊന്നും ജനങ്ങൾ മറന്നു പോകില്ല, മറന്നു പോയിട്ടുമില്ല, എങ്കിലും നമ്മളൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ നവീകരിക്കാൻ അത് പലപ്പോഴും സഹായിക്കും. ചില ഓർമ്മകൾ നമ്മളെ നവീകരിക്കാൻ സഹായിക്കും. ഇപ്പം ഇലക്ഷൻ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുക എന്തൊരു മര്യാദകേടാണ്. ഈ ഒരു കളിക്ക് നിയമങ്ങളില്ലേ? ഇപ്പോൾ ഗുസ്തിയിൽ പോലും, അത് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട കളിയായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു മത്സരം പോലും പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ ഗുസ്തിയിൽ പോലും നെവർ ഹിറ്റ് അണ്ടർ ദ ബെൽറ്റ് എന്ന് പറയും. നിങ്ങൾ എവിടെയും ഫൗള് കാണിക്കാൻ പറ്റില്ല. മൽപ്പിടുത്തമാണ്. ആ മൽപ്പിടുത്തത്തിന് പോലും ചില മര്യാദാ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ ലംഘിക്കുന്നത് ഒരാളെയല്ലേ നമ്മൾ നരേന്ദ്രമോദിയിൽ കണ്ടത്? 2 മുഖ്യമന്ത്രിമാരെയല്ലേ പിടിച്ച് അകത്തിട്ടത്? ആ കേസ് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം നിങ്ങൾ ഭരിക്കുന്നത് എങ്ങനെയാണ്? ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ മാൻഡേറ്റാണ്. ആ മാൻഡേറ്റിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് അതുകൊണ്ടാണ്. അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകൂ, പ്രചാരണം നടത്തൂ, എന്നിട്ട് തിരിച്ചു വരൂ. അങ്ങനെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തിരിച്ച് ജയിലിൽ പോയിരിക്കുന്നത്. ഹേമന്ത് സോറൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ അയാൾ സെർവിങ് ചീഫ് മിനിസ്റ്റർ അല്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ പുച്ഛത്തോടെ നോക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു വരിയിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് എന്ന് പറയുന്നു പറഞ്ഞത്. അപ്പം കോൺഗ്രസ് പോലെ ഒരു പാർട്ടി റിവൈവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യൻ ജനതയെക്കുറിച്ച് എനിക്കുള്ളൊരു അഭിമാനം ഞാൻ പറയാം. അതായത് ഈ കഴിഞ്ഞ 10 വർഷവും
ഇന്ത്യയിൽ നരേന്ദ്രമോദി പയറ്റിക്കൊണ്ടിരുന്നൊരു തന്ത്രം എന്ന് പറയുന്നത് ആൻറ്റി മുസ്ലിം സ്ലോഗനിയറിംഗ് ആണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി, അതായത് മോദി ഗ്യാരണ്ടി വെച്ച് മാത്രമാണല്ലോ അദ്ദേഹം വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ബൈ ഡിഫോൾട്ട് ഈ പിന്നെ രാമക്ഷേത്രമുണ്ട്, CAA ഉണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്, ആർട്ടിക്കിൾ 370 ഉണ്ട്, അതൊക്കെ ഡിഫോൾട്ടായിട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വെൽഫെയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുഷ്പം പോലെ ജയിച്ചു വരുമെന്ന് കണക്ക് കൂട്ടിയ നരേന്ദ്രമോദി മോദി ഗ്യാരണ്ടി പറയുന്നു. പക്ഷേ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഇത് പാളുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഏപ്രിൽ 21-ാം തീയതി രാജസ്ഥാനിലെ ബൻസ്വാരയിൽ വെച്ചിട്ട് നരേന്ദ്രമോദി ആദ്യത്തെ വിദ്വേഷ പ്രസംഗം നടത്തുന്നത്. എന്താണ് ആ വിദ്വേഷ പ്രസംഗം? നിങ്ങൾ ആരെയാണ് അഭിസംബോധന ഓർക്കണം. OBC, SC, ST, അതായത് പിന്നാക്ക വിഭാഗങ്ങളെയും ദളിതരായിട്ടുള്ള ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം അംബേദ്കറിന്റെ മഹത്വം ആദ്യം തന്നെ പറയുന്നു. എന്ന് മാത്രമല്ല, ഞാൻ നിരന്തരം ആരാധിക്കുന്ന ഒരാളാണ് അംബേദ്കർ എന്നും അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നൊരു കാര്യം എന്താണ്? അംബേദ്കറാണ് നിങ്ങൾക്ക് സംവരണം നൽകിയത്. ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന അവകാശമാണ് സംവരണം. നോക്കൂ, എൻ്റെ പ്രിയപ്പെട്ട പിന്നോക്കക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ദളിത് വിഭാഗങ്ങളെ, പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവരണം എന്ന അവകാശം അഥവാ ആനുകൂല്യം നിങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പെറ്റുകൂട്ടുന്നവർ, അധികമായി സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നവർ, നുഴഞ്ഞുകയറ്റക്കാർ, ഈ രീതിയിലൊക്കെ ഉള്ളൊരു നറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഏപ്രിൽ 21-ാം തീയതി ഒരു പുതിയ രീതിയിലുള്ള നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നത്. എന്താ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ആൻറ്റി മുസ്ലിം സ്ലോഗനിയറിങ്ങിലേക്ക് പോകുന്നു, ഒരു മുസ്ലിം വിരോധം ഉണ്ടാക്കുന്നു. ആ മുസ്ലിം വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാമെന്നും ആ വോട്ട് ബാങ്കിലൂടെ വീണ്ടും അധികാരത്തിൽ വരാമെന്നും നരേന്ദ്രമോദി വിചാരിക്കുന്നു. പക്ഷേ ഷഫീഖെ, നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കിക്കൂ. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഇനി വെറുതെ അങ്ങ് മുസ്ലിം വിരോധം പറഞ്ഞാൽ നമ്മൾ അങ്ങ് വോട്ട് ചെയ്ത് നിങ്ങളെ അങ്ങ് ജയിപ്പിച്ചു തരും എന്ന് വിചാരിക്കേണ്ട എന്നൊരു സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് മുസ്ലിം വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നരേന്ദ്രമോദി നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ഈ അയോധ്യ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം ഏതാ? ഫൈസാബാദ്. ആ ഫൈസാബാദിൽ ആരാ വിജയിച്ച ഇപ്രാവശ്യം? സമാജ്വാദി പാർട്ടിയാണ്. ഈ അയോധ്യയിൽ ഇദ്ദേഹം പോയി സ്ഥാപിച്ച പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ രാമനുണ്ടല്ലോ, ഈ രാമൻ നരേന്ദ്രമോദി അനുഗ്രഹിച്ചില്ല. കാരണം രാമനേക്കാളും വലിയ ആളാണ് കേട്ടോ ഇപ്പൊ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ലോർഡ് ജഗന്നാഥൻ പോലും ആരാധിക്കുന്ന ദൈവമാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വക്താവായിട്ടുള്ള സംബിത് പാത്ര പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള JP നഡ്ഡ എന്താ പറഞ്ഞതെന്നറിയാവോ? ദൈവങ്ങളുടെ രാജാവെന്നാണ്. അപ്പോൾ പിന്നെ രാമൻ വിചാരിച്ചു, എന്നാൽ പിന്നെ എനിക്ക് ഏതായാലും മുകളിൽ പോകുന്ന ഒരാളല്ലേ, അദ്ദേഹത്തിന്റെ വഴിക്ക് നോക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് നോക്കാമെന്ന് ഈ അയോധ്യയിൽ രാമൻ വിചാരിച്ചിട്ടുണ്ടാവണം. അയോധ്യ പോയി, ഫൈസാബാദ് പോയി. അപ്പോൾ ഈ അർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ വിരോധം കൊണ്ട് മാത്രം ഇവിടെ വിജയിച്ചു വന്നു കളയാം എന്നുള്ള ഒരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി ഭരണ വിഷയത്തിലേക്ക് വന്നാൽ, നേരത്തെ നിങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ ഒരു കാരണവശാലും ഇനി നരേന്ദ്രമോദിക്ക് ഏകപക്ഷീയമായി, BJPക്ക് ഏകപക്ഷീയമായി അതിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. CAA, NRC, യൂണിഫോം സിവിൽ കോഡ്, ഇതൊക്കെയാണല്ലോ പ്രഖ്യാപിതമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതൊന്നും തന്നെ നടപ്പാക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ അത് നടപ്പാക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല. 240 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് BJP മാറിയിരിക്കുന്നു. അവരുടെ ഭൂരിപക്ഷം ഇല്ലായ്മ മാത്രമല്ല പ്രശ്നം. ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണ്? ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്ട്രോങ് വോട്ട് ബാങ്കിൽ ഒന്നെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ആ വിഭാഗത്തെ പിളക്കുന്ന ഒരു കാര്യവും ചന്ദ്രബാബുവിന് ചെയ്യാൻ പറ്റില്ല. 1. 2, നിതീഷ് കുമാറിലെ ബീഹാറിലെ വോട്ട് ബാങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ പിന്തുണയുള്ള നേതാവാണ് നിതീഷ് കുമാർ. അപ്പോൾ ആൻറ്റി മുസ്ലിമായ ഒരു കാര്യവും ഇനി നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയില്ല. അതായത് നരേന്ദ്രമോദിക്ക് നേരെ ഒരു പൊളിറ്റിക്കൽ പോലീസിംഗ് ഉണ്ടാകുന്നു. ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പോലീസിംഗ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഏറ്റവും ചെറിയ ഒരാളുള്ള പാർട്ടിയെ പോലും ഈ ക്യാബിനറ്റിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് അവരും കൊണ്ടുപോവേ. ഇനിയിപ്പോൾ ആകപ്പാട് അവകാശപ്പെടാവുന്ന 2 പോസ്റ്റേ ഉള്ളൂ BJPക്കും നരേന്ദ്രമോദിക്കും. ഒന്ന്, ഞാൻ തന്നെ പ്രധാനമന്ത്രിയായിട്ടിരിക്കും. അതൊന്നും ചോദ്യം ചെയ്യരുത്. അത് സ്വാഭാവികമായിട്ടും അംഗീകരിക്കേണ്ടി വരും. കാരണം നരേന്ദ്രമോദിക്ക് ഒരു റോളുണ്ട് കേട്ടോ. ഈ BJPയെ ഇങ്ങനെ 240 എത്തിച്ചത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവാണ്. ആ നേതാവിൻ്റെ ക്വാളിറ്റിയൊന്നും നമ്മൾ കുറച്ച് കാണണ്ട, അയാളുടെ ഇമ്പാക്റ്റിനെയും കുറച്ച് കാണണ്ട. പക്ഷേ ലാർജർ ദാൻ ലൈഫ് ഇമേജ് വെച്ച് നരേന്ദ്രമോദി അങ്ങ് എല്ലാം ചെയ്തു കളയാമെന്നുള്ള ധിക്കാരത്തിലേക്ക് പോയി. ആ ധിക്കാരത്തെ ഇന്ത്യൻ രാഷ്ട്രീയം തള്ളിക്കളഞ്ഞു, ഇന്ത്യൻ ജനത തള്ളിക്കളഞ്ഞു. അപ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കും. ഇനി രണ്ടാമതൊരു പോർട്ട്ഫോളിയോ അവകാശപ്പെടാൻ പറ്റുന്നത് ആഭ്യന്തരമാണ്. കാരണം അമിത്ഷായ്ക്ക് മറ്റൊരു വകുപ്പ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അമിത്ഷായെ പോലുള്ള ആളെ കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും.
എന്നാൽ ധനകാര്യ വകുപ്പ് ഉറപ്പുണ്ടോ BJPയുടെ കയ്യിൽ നിൽക്കുമെന്ന്? അങ്ങനെയുള്ള വിദേശകാര്യം ഉറപ്പുണ്ടോ BJPയുടെ കയ്യിൽ നിൽക്കുമെന്ന്? ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് ഉണ്ടല്ലോ. ഈ പോർട്ട്ഫോളിയോസൊക്കെ ഈ പറയുന്ന സഖ്യകക്ഷികൾ ആവശ്യപ്പെടും. അങ്ങനെ സഖ്യകക്ഷികൾക്ക് വേണ്ടി വീതം വെക്കേണ്ടി വരും. അപ്പം ഇന്ന് മാത്രമല്ല, നരേന്ദ്രമോദി എന്താണ് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ 2014 2019 ചെയ്തത്? എല്ലാ മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് എന്ന നിലയ്ക്ക് അവിടെ ഉണ്ട് അല്ലേ? ഒരു ക്യാബിനറ്റ് എന്നുള്ള നിലയ്ക്ക് ആളുകൾ വേണമല്ലോ. ഓരോ വകുപ്പുകളിലും ഓരോ മന്ത്രിമാരൊക്കെ വേണം, ചുമതലക്കാർ വേണം. പക്ഷെ ഒറ്റ മന്ത്രിയല്ലേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണേ, അല്ലെങ്കിൽ അമിത്ഷാ കൂടിയുണ്ട്. ഇവർ രണ്ടും കൂടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇനി കഴിയില്ല. അപ്പം അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി വരുന്നു. അല്ല, അത് വലിയ നല്ല കാര്യമാണ്. ജനാധിപത്യത്തിൽ അത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റികൾ ഉള്ളത് നല്ലതല്ലേ? അപ്പം അവർ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഏകമാനമായിട്ടുള്ള ഒരു പോളിസി മേക്കിങ്, ഏകമാനമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി വേറൊരു വലിയ പ്രശ്നമുണ്ടല്ലോ, അപ്പുറത്തൊരു വലിയ ഓപ്പോസിഷൻ അല്ലേ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നേരത്തെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ആളുകളെ കഴിഞ്ഞ അവസാനത്തെ നമ്മുടെ പാർലമെന്റ് സമ്മേളനം സമാപിക്കുന്ന 140 MPമാരെയാണ് പുറത്താക്കുന്നത്. ഒന്ന് ആലോചിച്ചിട്ട് നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഏകപക്ഷമായിട്ട് 140 MPമാരെ പുറത്താക്കുക? അങ്ങനെയാണോ നിങ്ങൾ പാർലമെന്റിനോട് ബഹുമാനം കാണിക്കേണ്ടത്? ഈ 140 പേരെന്ന് പറയുന്നത് ഇന്ത്യയിലെ എത്ര കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ്. നിങ്ങൾ അവരെയാണ് പുറത്താക്കുന്നത്. നിങ്ങൾ MP ആയ എന്നെ പുറത്താക്കുമ്പോൾ എന്നെ അല്ല പുറത്താക്കുന്നത്, മറിച്ച് എന്നെ വിജയിപ്പിച്ചു വിട്ട കോടിക്കണക്കിന് ജനങ്ങളുടെ മാൻഡേറ്റിനെയാണ് പുറത്തു നിർത്തുന്നത്, അഭിപ്രായത്തെയാണ് പുറത്തു നിർത്തുന്നത്. ആ അർത്ഥത്തിൽ ഏകപക്ഷമായി പെരുമാറിയിട്ടുണ്ട് നരേന്ദ്രമോദിയും BJPയും. അതിന് നടക്കുമോ ഇവിടെ എന്ന് മാത്രമല്ല, പരമപുച്ഛത്തോടു കൂടിയാണല്ലോ സംസാരിക്കുന്നതേ, പ്രതിപക്ഷത്തെ നോക്കിക്കൊണ്ട്. ഇനിയിപ്പോൾ പ്രതിപക്ഷം കൂടി പറയും. ഇനി പ്രതിപക്ഷം വന്നാലൊരു പ്രശ്നം എന്താ പറയുക, ശക്തമായ രാജ്യത്തൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോടതികളെയൊന്നും സ്വാധീനിക്കാൻ കഴിയില്ല. അതേപോലെ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആകും, കോടതികൾ ഇൻഡിപെൻഡൻ്റ് ആകും. കാരണം ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്നേ അപ്പുറത്ത്. അത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഇവിടെ ഒരു പ്രതിപക്ഷത്തെ ഇന്ത്യൻ ജനത തയ്യാറാക്കി പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗത്തിനും ഉണ്ടാകും, ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഉണ്ടാകും. ഇനി അവിടെയും തീരുന്നില്ല, ഈ ഇന്ത്യയിൽ അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആരാണ്? മാധ്യമങ്ങളാണ്. നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ പാവപ്പെട്ട ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഒരു അയൺമാനെ ഉണ്ടാക്കുകയാണ് ചെയ്തത് അല്ലേ? എന്നിട്ട് എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന മോഡി എന്നൊരു പെർസെപ്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ പെർസെപ്ഷൻ ഇപ്പം ഇല്ലല്ലോ. അപ്പം എന്താ സംഭവിക്കുക? മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം മറുകണ്ട ചാടും. ഇപ്പം തന്നെ ചാടി. അപ്പം അങ്ങനെ മാധ്യമങ്ങളും മാറും. കാരണം മാധ്യമങ്ങൾക്കും ഭയപ്പെടേണ്ട. ഏത് സമയത്താണ് നമ്മുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ അറിയാതെയാണല്ലോ നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഡിയുടെ കീഴിൽ. അങ്ങനെ ഒരു ഭീഷണിയിലാണല്ലോ മോഡി മാധ്യമങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തത്. ആ സാധ്യതകളൊക്കെ പോയി. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്ത്യ ഒരു റിയൽ ആയിട്ടുള്ള ഒരു നോർമൽ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിരിക്കുന്നു. നരേന്ദ്രമോദി കട്ട് ടു ഡൗൺ സൈസ് ആയിരിക്കുന്നു, സാധാരണ മനുഷ്യനായിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു കൊയിലേഷൻ ഗവൺമെൻറ് വരുമ്പോൾ ഒരു ഡൈവേഴ്സിറ്റി വരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് നിയമങ്ങൾ ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഭരണഘടനയുടെ കാര്യത്തെക്കുറിച്ച് ഇനി ആലോചിക്കുകയേ വേണ്ട. ഭരണഘടന അങ്ങ് മാറ്റിക്കളയാമെന്ന് തന്നെയായിരുന്നു അടിസ്ഥാനപരമായി. ഹിന്ദു ഫസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാനാണ് നരേന്ദ്രമോദി തീരുമാനം. അങ്ങനെ തെറ്റ് നിങ്ങൾ കുറച്ച് കാണണ്ട നരേന്ദ്രമോദിയെ. ഹിന്ദു ഫസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? ഭരണഘടനയിലെ സെക്കുലർ എന്നുള്ള വാക്കെടുത്ത് കളയണം. 400 സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതപ്പെടുമായിരുന്നു, സെക്കുലർ എന്നുള്ള വാക്ക് പോവുമായിരുന്നു, ഹിന്ദു ഫസ്റ്റ് നേഷൻ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ രൂപപ്പെടുമായിരുന്നു. അതെല്ലാം മാറി. ഇനി നമ്മൾ ആരും ഇതിനെക്കുറിച്ച് അധികം ചർച്ചയൊന്നും ചെയ്യേണ്ട. രാജ്യത്ത് ഒരു സാധാരണ സർക്കാർ ഉണ്ടായിരിക്കുന്നു, അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു സാധാരണ ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നു. ഇനി ആ ഗവൺമെൻറ് നന്നായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത്. ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പോലീസിംഗ് ആണ്. അതുകൊണ്ട് അത് പ്രതിപക്ഷവും നന്നായി നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 10 വർഷമായി സംഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അപജയങ്ങൾക്കുമുള്ള പരിഹാരമാണ്. അങ്ങനെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. ഇന്ത്യ മുന്നണിക്ക് സ്വാഭാവികമായി ഇതൊരു കുറെ കൂടെ ഒരു പവറും മൈലേജും നൽകില്ലേ? കാരണം ഇപ്പോൾ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി പല സഖ്യകക്ഷികളെയും ഇന്ത്യ മുന്നണിക്കകത്ത് ദുർബലപ്പെടുത്തുകയും ചില തിരിച്ചടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ കൂടെ BJPക്ക് കുറെ കൂടെ ആളുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സമീപകാലത്ത് അങ്ങനെ ഒരു BJPയുടെ ഒരു മോണോപോളി ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിലനിന്ന സ്ഥലത്താണ് ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഓരോ സഖ്യകക്ഷികൾക്കും അവരുടെ സ്ഥലങ്ങളിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞത്. UPയിൽ SP നടത്തിയിട്ടുള്ള പെർഫോമൻസും അഖിലേഷ് യാദവിൻ്റെ ലീഡർഷിപ്പും അത്രമേൽ ഡിസ്കഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ ബംഗാൾ
ബംഗാളിൽ പെർഫോം ചെയ്തു. DMK തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ വലിയ തരത്തിലേക്കുള്ള ഒരു കോളിളക്കം. അതേപോലെ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ UBC മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും NCPയും കൂടെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. അപ്പോൾ ആ നിലയ്ക്ക് ഓരോരുത്തർക്കും അവരുടെ പവർ തെളിയിക്കാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളെ കുറെ കൂടെ വേറൊരു ക്യാൻവാസിലേക്ക് ഇത് മാറ്റാൻ സാധ്യതയില്ല. ഈ വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണിത്. കാരണം വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഇമ്പാക്റ്റിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ അധികാരം കിട്ടുന്ന പാർട്ടികളെ അങ്ങ് ഭിന്നിപ്പിക്കും, അല്ലേ? അങ്ങനെ ഭിന്നിപ്പിച്ച് ജനങ്ങളുടെ മാൻഡേറ്റിനെ അങ്ങ് പൊളിക്കും. എന്നിട്ട് ഈ പറയുന്ന ആരെയും പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കും. ഇപ്പോൾ മഹാരാഷ്ട്ര ഒരു ഉഗ്രൻ ഉദാഹരണമാണ്. നമ്മൾ അവിടേക്ക് എത്തി. അതായത് ഈ ചോദ്യത്തിലൂടെ നമ്മൾ അവിടെ എത്തി. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? ശിവസേനയെ പിളർത്തി, എന്നിട്ട് ഷിൻഡെയെ കൂട്ടത്തിൽ കൂട്ടി ആണല്ലോ. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പവാറിൻ്റെ NCPയെ പിളർത്തി, എന്നിട്ട് അജിത് പവാറിനെ കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെയാണല്ലോ ഷിൻഡെ, അജിത് പവാർ, ഫട്നവിസ് ഗവൺമെൻറ് അല്ലേ മഹാരാഷ്ട്രയിൽ നിൽക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ ജനവിധി എന്താ? പകുതിയായിട്ട് BJPയുടെ പ്രാതിനിധ്യം മഹാരാഷ്ട്രയിൽ കുറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഷിൻഡെക്ക് സീറ്റ് വല്ലതും ഉണ്ടോ അവിടെ? അജിത് പവാറിനേക്കാൾ എത്രയോ സീറ്റ് കൂടുതലാണ് ശരത് പവാർ പിടിച്ചത്. അപ്പം മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ BJPയോടും മോഡിയോടും? നോക്കൂ, ഉദ്ധവ് താക്കറയുടെ ശിവസേനയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ ശിവസേന. ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCP ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ NCP. അതായത് നിങ്ങൾ നിങ്ങളുടെ അധികാരവും പണവും ഉപയോഗിച്ചുകൊണ്ട് പാർട്ടികളെ ഭിന്നിപ്പിച്ച് ജനങ്ങളുടെ ഈ പറയുന്ന മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. അടുത്ത അവസരത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൊടി പോലും ഉണ്ടാവില്ല BJPയുടേത്. ആദ്യത്തെ ബ്ലോ അതാണ് ഞാൻ പറയുന്നത്. ഗെയിം ഈസ് ഓൺ. ഇപ്പോഴാണ് കളി തുടങ്ങിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കൃത്യമായിട്ടുള്ള BJP വിരുദ്ധ, ഷിൻഡെ വിരുദ്ധ, അജിത് പവാർ വിരുദ്ധ ജനവിധിയാണ് കാത്തിരിക്കുന്നതെന്നേ. അപ്പോൾ എന്താണ് BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കൊടുത്ത പാഠം? നിങ്ങൾ ഇനി പാർട്ടിയെ പിളർത്തി കളിക്കുന്ന കളിക്ക് ഇനി നിങ്ങളിൽ എത്ര പേരെ നിങ്ങൾ കൊണ്ടുപോയാലും അവിടെ നിൽക്കുന്ന അവശേഷിക്കുന്ന ശുഷ്കമായ ഒരു മരമാണ് എങ്കിലും, ഇപ്പോൾ ഒരു ചെറിയ കാറ്റ് വീശിയാൽ പോലും ഒടിഞ്ഞു വീഴാവുന്ന ഒരു മരമാണ് എങ്കിലും ആ മരത്തിനു ചുറ്റും ഞങ്ങളൊരു കോട്ട തീർക്കും, അതിനെ സംരക്ഷിക്കും എന്നുള്ളൊരു ജനവിധിയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അതൊരു ചെറിയ ഇമ്പാക്റ്റ് അല്ല. അത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല നിൽക്കാൻ പോകുന്നത്. അതിപ്പോൾ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യും. ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഗെയിം ഈസ് ഓൺ എന്നുള്ളതാണ്. ഇനി അതുകൊണ്ട് ഇന്ത്യ സഖ്യം നിശ്ചയമായും പ്രബലമാകും. ഇനി കൂടുതൽ പ്രബലമാകും. കാരണം വെച്ചാൽ മഹാരാഷ്ട്രയിൽ അവർക്ക് വലിയ വിജയമുണ്ടാകും, ഹരിയാനയിൽ വലിയ വിജയമുണ്ടാകും. ഈ രീതിയിൽ ജാർഖണ്ഡിൽ നോക്കൂ, ജാർഖണ്ഡിൽ ഇപ്പം ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ജാർഖണ്ഡിലേക്ക് എന്താ സംഭവിച്ചത്? ജാർഖണ്ഡിൽ 4 സീറ്റുകൾ കോൺഗ്രസ് നേടിയിട്ടുണ്ട്. 14-ൽ 4 കഴിഞ്ഞ പ്രാവശ്യം ഏകപക്ഷീയമായിട്ട് വിജയിച്ചു പോയ സംസ്ഥാനമാണ്. ഈ 4 സീറ്റിൻ്റെ പ്രത്യേകത എന്താ പറയുക? 4 ഉള്ളൂ എന്ന് നമ്മളങ്ങ് ചോദിക്കും. പക്ഷേ 4 സീറ്റിൻ്റെ പ്രത്യേകത, 4 സീറ്റുകളും ട്രൈബൽ ഏരിയാസിലാണ്. ട്രൈബൽ ഏരിയാസിലാണ് കോൺഗ്രസ് വിജയിച്ചു വന്നിരിക്കുന്നത്. എന്താ ഇതിന്റെ സന്ദേശം? അർജുൻ മുണ്ട തോറ്റു, അത് നിങ്ങൾക്കറിയാമോ? കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, ഞാൻ ജാർഖണ്ഡിലൂടെ ഉടനീളം യാത്ര ചെയ്തിട്ടുള്ളതാണ്. അർജുൻ മുണ്ടയുടെയും ബാബുലാൽ മറാണ്ടിയുടെയും എന്നൊക്കെ പറയുന്ന നേതാക്കളുടെ ഒരു പവർ വളരെ ശക്തമാണ്. ബാബുലാൽ മറാണ്ടി പിന്നീട് BJP വിട്ടു പോയിരുന്നു. പക്ഷേ അർജുൻ മുണ്ട അങ്ങനെ ഉറച്ചു നിന്ന നേതാവാണ്. ആ അർജുൻ മുണ്ടയാണ് അവിടെ തോൽപ്പിച്ചിരിക്കുന്നത്. എന്തൊരു പ്രഹരമാണ്! കേന്ദ്രമന്ത്രിയായിരിക്കുന്നു, മുൻ മുഖ്യമന്ത്രിയാണ്, അവിടുത്തെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ BJP മുഖമാണ് അർജുൻ മുണ്ട. അർജുൻ മുണ്ടയെ തോൽപ്പിച്ചു. അപ്പം 4 സീറ്റുകൾ അവിടെ പിടിച്ചു. എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ആ വിഭാഗങ്ങൾ BJPക്ക് എതിരായിരിക്കുന്നു. അല്ലെങ്കിൽ ഏമസോറിനെ പിടിച്ചിട്ടത് അതിനുള്ള മറുപടിയായി കൊടുത്തതേ. ഡൽഹി അങ്ങനെ ചെയ്തില്ല. ഡൽഹിയിൽ 7 സീറ്റും തൂത്തുവാരിയിട്ടുണ്ട്, അത് സമ്മതിച്ചു. പക്ഷേ ആദിവാസികളും ഗോത്രവിഭാഗങ്ങളൊന്നും അങ്ങനല്ലേ, ഭയങ്കര മണ്ണിൻ്റെ മക്കളാ. അവരിങ്ങനെ ആഞ്ഞടിച്ചാൽ ഡൽഹി പോപ്പുലേഷൻ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഡൽഹൈറ്റ്സ് അല്ല. ഇപ്പം ഞാൻ 12 വർഷം ഡൽഹിയിലുണ്ടായിരുന്ന ആളാണ്, എനിക്ക് വോട്ടവകാശമുണ്ട്. അപ്പം ഞാൻ മലയാളിയാണ്. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ചേർന്നിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഡൽഹിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവിടെ UP ഉണ്ട്, ബീഹാർ ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, കേരളം ഉണ്ട്, തമിഴ്നാടുണ്ട്, എല്ലാവരും ഉണ്ട്, ആസാമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷനാണ് ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ അവർ തുടർച്ചയായി ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അറിയാം, ഒറ്റ കാര്യമുള്ളൂ, അവിടെ ഇലക്ട്രിസിറ്റി കൃത്യമാണ്, നല്ല രസമായിട്ട് ചെറിയ പൈസയ്ക്ക് ഇലക്ട്രിസിറ്റി കിട്ടും, ചെറിയ പൈസയ്ക്ക് ചികിത്സ കിട്ടും, ചെറിയ പൈസയ്ക്ക് വിദ്യാഭ്യാസം നടക്കും, ചെറിയ പൈസയ്ക്ക് വെള്ളം കിട്ടും. ഇത്തരത്തിലുള്ള ഇടത്തരക്കാരുടെ ആവശ്യങ്ങളെ നന്നായി കാറ്റർ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഹേമന്ത് സോറിൻ്റെ കേസ് അതല്ലെന്നേ. അയാളൊരു ഫൈറ്ററാ. ഷിബു സോറിന് അയാളുടെ അച്ഛൻ. ഷിബു സോറൻ എന്ന് പറയുന്നത് ഗുരുജി എന്നാണ് വിളിക്കുക. ഈ പറയുന്ന പിന്നെ ജാർഖണ്ഡിലെ ട്രൈബൽസ് ഗുരുജിയാണ് അവർക്ക്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അങ്ങനെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ദീർഘമായ താടിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോർത്ത് ഈസ്റ്റിലൊന്ന് നോക്കിയേ. മണിപ്പൂരിൽ ആരാ ജയിച്ചു പ്രാവശ്യം? 2 സീറ്റും കോൺഗ്രസിനാണ്. നാഗാലാൻഡിൽ, മേഘാലയയിൽ ഈ നോർത്ത് ഈസ്റ്റ് മൊത്തം അങ്ങ് പിടിച്ചു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ആസാമിൽ. ഇവിടെയൊക്കെ കോൺഗ്രസ് തിരിച്ചു വരുന്നു.
കോൺഗ്രസ് സീറ്റുകൾ നേടുന്നു. ഇനി ഈസ്റ്റിൻ്റെ ഭാഗമാണല്ലോ ബംഗാൾ. എന്താ സംഭവിച്ചത് ബംഗാളിൽ? ഈ മലർത്തിയടിക്കുക എന്ന് പറയത്തില്ലേ, അക്ഷരാർത്ഥത്തിൽ മലർത്തിയടിച്ചു. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ SP യും BSP യും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ബീഹാറിൽ RJD യും JD യും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ DMK ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. തെലങ്കാനയിൽ BRS ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിൽ TDP ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ അസം ഗണപരിഷത്ത് അസാമിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിക്കൊള്ളട്ടെ ഈ പറയുന്ന പിന്നെ വെസ്റ്റ് ബംഗാളിൽ. ഇതാണ് ഇതിൻ്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ആ ഡൈവേഴ്സിറ്റിയെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് കൂട്ടത്തിൽ ആദ്യം കൂട്ടും, എന്നിട്ട് അതിനെ അങ്ങ് വിഴുങ്ങും. ഇതാണ് ഈ BJP ഒരു പരിപാടി എന്ന് പറയുന്നത്, നരേന്ദ്രമോദി നടപ്പാക്കിയത്. അതേസമയം വാജ്പേയി അദ്വാനിയൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇവർക്കൊക്കെ വലിയ പവറാണ്. ഈ പറയുന്ന ജോർജ് ഫെർണാണ്ടസിനാണെങ്കിലും ജയലളിതയ്ക്കാണെങ്കിലും നിതീഷ്കുമാറിനാണെങ്കിലും മായാവതിക്കാണെങ്കിലും എല്ലാവർക്കും വലിയ പവറാണ്. അവരൊക്കെ പവർഫുള്ളായി നിന്നുകൊണ്ടാണ് ഈ കൊയലേഷനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പം BJP ഇവരെയൊക്കെ വിഴുങ്ങും. അങ്ങനെ വിഴുങ്ങി ഒരു ഏക പാർട്ടിയായിട്ട് BJP മാറുക. അങ്ങനെയാണ് BJP മാത്രം റൂൾ ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്ന് പറയുന്ന 2047 പദ്ധതിയായിരുന്നു അത്. അങ്ങനെ ആ പദ്ധതി പൊളിഞ്ഞു. ഇനി വേറൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ഈ 2029 നരേന്ദ്രമോദിയുടെ നടപ്പാക്കാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് 2029 നടപ്പാക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയാ നരേന്ദ്രമോദി. ഒരു ചെറിയ പ്രശ്നമുണ്ട് ഷഫീഖ്. 2029 ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇന്ത്യ നടക്കും. ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇന്ത്യ നടക്കും. ഈ കോയലേഷൻ പൊളിയും. പിന്നെയാണല്ലോ 29. അപ്പൊ നമുക്ക് നോക്കാം 2029 ഈ രാജ്യത്തെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് നയിക്കാൻ തീരുമാനമെടുത്തിരുന്ന നരേന്ദ്രമോദിക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഇന്ത്യയിൽ നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. നോക്കൂ, ഇനി BJP യിൽ നരേന്ദ്രമോദി എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നരേന്ദ്രമോദിയായിരുന്നു BJP, പിന്നെ വേറെ ആളില്ല. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നറിയാവോ? ഇനിയിപ്പോൾ BJP യിലെ എല്ലാ നേതാക്കന്മാരും സടകുടഞ്ഞങ്ങ് എഴുന്നേക്കും. അതിൽ ആദ്യത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞു തരാം, യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് ഈ BJP യുടെ തോൽവിയിൽ വലിയ റോൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഒരു ചെറിയ ആളല്ല യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് ചെക്ക് ചെയ്യും, നിതിൻ ഗഡ്കരി ചെക്ക് ചെയ്യും. എന്തിനേറെ പതുങ്ങിയിരുന്ന് ഈ പിന്നെ അധികാരത്തിൻ്റെ സൗകര്യമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന രാജ്നാഥ് സിംഗ് വെറുതെ ഇരിക്കില്ല. ഇങ്ങനെ പല നേതാക്കൾ വിമ്മിട്ടപ്പെട്ട് മോഡിക്കും ഷായ്ക്കും കീഴിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഗുജറാത്തി ബ്രദേഴ്സ് എന്നാണല്ലോ പറയുക. ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള ആളുകൾ, യെദ്യൂരപ്പ അടക്കമുള്ള ആളുകൾ, അങ്ങനെ പലരും ഇനി ഉയർന്നു വരും. അവര് ഈ പറയുന്ന ഇനി ഞങ്ങളൂടി അഭിപ്രായം പറയാം എന്ന് പറയും. അങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയും. BJP യിലും കട്ട് ടു ഡൗൺ സൈസാണ്. സോ നമ്മൾ ഓൾ ടുഗദർ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു നേതാവിൻ്റെ പ്രഭാവത്തെ ഇല്ലാതാക്കി, നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിൻ്റെ ഈ ലാർജർ ദാൻ ലൈഫ് ഇമേജിനെ ഇല്ലാതാക്കി, നരേന്ദ്രമോദി എന്ന് പറയുന്ന ദൈവത്തെ ഈ ആകാശത്ത് നിന്ന് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഭൂമിയിൽ നിർത്തി, നരേന്ദ്രമോദിക്ക് ഇനി ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളൊരു മുന്നണി സംവിധാനത്തിലേക്ക് അതുകൊണ്ടുവന്ന് കെട്ടി. ഇനിയിപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് എല്ലാവരെയും, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ബഹുമാനിക്കേണ്ട, പാർലമെൻറ്റിൽ തുല്യതയോടെ പെരുമാറേണ്ട, ഏത് പൊതുവേദികളിലും ലാളിത്യത്തോടുകൂടി വിനയത്തോടുകൂടി പ്രതികരിക്കേണ്ട, ഒരു തരത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ അവകാശമില്ലാത്ത, ജുഡീഷ്യറിയെ സ്വതന്ത്രമാക്കേണ്ട, അതേപോലെ മാധ്യമങ്ങളെ സ്വതന്ത്രമാക്കേണ്ട, ഈ രാജ്യത്തെ ഏതൊരു ഡിസന്റ് വോയിസിനെയും കേൾക്കേണ്ട ഒരു സാധാരണ നേതാവാക്കി ഇന്ത്യൻ ജനത വിധി എഴുതി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഔട്ട്കം. അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ശക്തിപ്പെട്ടു വരുന്ന പ്രാദേശിക രാഷ്ട്രീയത്തെ കൂടുതൽ ബലവത്താക്കും. അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാകും. ആ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ആ സൗന്ദര്യം 2029 കൂടുതൽ ശോഭിതമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നൈസ്.